ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ശരീരം മുഴുവനും നിറം വെക്കാൻ സഹായിക്കുന്ന ഒരു ബാത്തിങ് പൗഡറിൻ്റെ വീഡിയോ ആണ്. ഞാൻ ഇതിൽ മുന്നേ ഒരു ബീട്രൂട്ട് ബാത്തിങ് പൗഡർ അപ്ലോഡ് ചെയ്തിരുന്നു. അതിന് വളരെ നല്ലൊരു റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ശരീരം മുഴുവനും നിറം വെക്കാൻ സഹായിക്കുന്ന നല്ലൊരു പൗഡറാണ് അതുപോലെ തന്നെയാണ് ഇതും. നിങ്ങൾക്ക് ശരീരത്തിൽ അവിടെ ഇവിടെയായിട്ട് വരുന്ന കറുത്ത പാടുകൾ, അതായത് കഴുത്തിൻ്റെ അടിയിലുള്ള കറുത്ത പാട്, ഇടുപ്പിനുള്ള കറുത്ത പാട് എല്ലാം മാറി ശരീരം മുഴുവനും നിറം വെക്കാൻ സഹായിക്കുന്ന നല്ലൊരു ബാത്തിങ് പൗഡറാണിത്. ഉണ്ടാക്കി വെച്ചിട്ട് കുറേ കാലം സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇത് തയ്യാറാക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒട്ടും തന്നെ വെള്ളമില്ലാത്ത നല്ല ഉണങ്ങിയ ഒരു പാത്രമായിരിക്കണം. ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര, 1 ടേബിൾ സ്പൂണോളം ഓട്സ്, അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂണോളം തന്നെ അരിപ്പൊടിയാണ് കേട്ടോ. ഇത് വറുത്ത പൊടിയായാലും വറുക്കാത്ത പൊടിയായാലും സാരമില്ല. അരിപ്പൊടി 1 ടേബിൾ സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ഓപ്ഷണലാണ്, പക്ഷേ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചേർക്കണം. കാരണം ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ പാൽപ്പൊടി ആവശ്യമുണ്ട്. അത് 1 ടേബിൾ സ്പൂണോളം തന്നെ പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പൊടികളെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ പൊടികളും നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് കേട്ടോ, നിറം വരാൻ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തന്നെ ആൽമണ്ട് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ഒലീവ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ആൽമണ്ട് ഓയിലാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ കറുത്ത പാടുകളുണ്ടല്ലോ ശരീരത്തിൽ, അതായത് ഇടുപ്പുകളിൽ വരുന്നത്, കഴുത്തിൻ്റെതായ വരുന്ന കറുപ്പ് നിറം, അങ്ങനെയുള്ള കറുത്ത നിറമുള്ള സ്ഥലത്തെല്ലാം ഇത് നന്നായി തേച്ച് വരച്ച് കഴുകുകയെന്നാണെങ്കിൽ വെറും ആഴ്ചകൾ കൊണ്ട് തന്നെ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട്, ഇപ്പോൾ മിക്സിയുടെ ജാറ് നിങ്ങൾ ശ്രദ്ധിക്കണം, ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാത്ത മിക്സിയുടെ ജാറായിരിക്കണം. തുടച്ചിട്ടെടുക്കണം, ഡ്രൈ ആക്കി എടുക്കണം. ഞാനിത് പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് കുറച്ച് കാലം നമ്മൾ പുറത്ത് വെച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് പൂപ്പൽ കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിക്കാം. അപ്പോൾ ഞാനിത് നന്നായി പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലൊരു പൗഡറായിട്ടാണ് ഉണ്ടാകുക. തൊടുമ്പം തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നല്ല എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് വെച്ച് സൂക്ഷിക്കണം. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ എല്ലാ സാധനം എടുക്കുന്നതിന് നമ്മൾ എടുക്കുന്ന പാത്രം, സ്പൂണ് എല്ലാം ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ പൂപ്പൽ കെട്ടിപ്പോവും. ബീട്രൂട്ട് ബാത്തിങ് പൗഡർ ഉണ്ടാക്കിയിട്ട് ഒരുപാട് പേർക്ക് അത് കുറച്ച് ദിവസം കൊണ്ട് പൂപ്പൽ വരാനുള്ള വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് സ്പൂണിൽ ഉണ്ടാകുന്ന വെള്ളം, അല്ലെങ്കിൽ നിങ്ങൾ അടച്ചു വെക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും ഈർപ്പം കയറിയിട്ടുണ്ടെങ്കിൽ പൂപ്പൽ വരുന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഉള്ളിൽ ഒട്ടും തന്നെ വെള്ളം ചേരാത്ത രീതിക്ക് ഇത് അടച്ചു വെച്ച് സൂക്ഷിക്കണം. അതുപോലെ നമ്മളിത് തയ്യാറാക്കുന്ന എല്ലാ പാത്രവും ഡ്രൈ ആയിട്ടുള്ളതായിരിക്കണം, ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത്. ഇപ്പം ഞാനിത് ഇതുപോലെ അടച്ചു വെച്ച് ബാത്റൂമിൽ തന്നെയാണ് സൂക്ഷിക്കാറ്. ഒരു 10 ദിവസം തന്നെ നമുക്ക് ഷെൽഫ് ലൈഫ് തന്നെ ഉണ്ടാവും. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറേ കാലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് തേക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം സോപ്പിട്ടിട്ടൊന്ന് ശരീരം കഴുകി കളഞ്ഞതിന് ശേഷം ഇത് വെള്ളത്തിൽ തന്നെ കലക്കിയിട്ട് ശരീരം മുഴുവൻ ഒരു 10 മിനിറ്റ് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം കുളിക്കുക. പിന്നീട് സോപ്പിട്ടിട്ട് കഴുകി കളയരുത് കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു പൗഡറാണിത്. ശരീരത്തിലെ എല്ലാവിധ കറുത്ത പാടുകൾ, കരിവാളിപ്പൊക്കെ മാറി ശരീരം മുഴുവനും നിറം വെക്കാൻ സഹായിക്കുന്ന ഒരു പൗഡറാണ്. ഇത് തയ്യാറാക്കി ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.